അപ്പൊ അവിടെ സ്നേഹത്തിന്റെയൊക്കെ ഭാഗത്താണെങ്കിൽ നമ്മളെ ആവശ്യമില്ലാത്തടത്ത് അനാവശ്യ സ്നേഹബന്ധം, അറ്റാച്ച്മെന്റ് കൊണ്ടുവന്ന് തകർക്കൽ, ഇങ്ങനെ ഭൗതികമായ രീതിയിൽ സ്നേഹം വെച്ച് എങ്ങനെയൊക്കെ തെറ്റിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഭാഗത്തെല്ലാം ഈ കുണ്ടലിനി തെറ്റിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ തെറ്റുമ്പോൾ നമ്മൾ ഭയങ്കര ധ്യാനത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് കുണ്ടലിനി ഉയർത്തി വളർത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഈ പരാജയപ്പെടുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, കുണ്ടലിനി പവർഫുൾ ആയിട്ടുണ്ട്. ആ മേഖലയിൽ നിന്നുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിങ്ങൾ അത് പാലിക്കണം, നിയമം പാലിക്കണം, ധർമ്മം പാലിക്കണം. എങ്ങനെ പാലിക്കണം? അറിവ് കിട്ടണം. ഇതൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായ അറിവ് കിട്ടിക്കൊണ്ട് ആ അറിവിലൂടെ വേണം നമ്മൾ ഇതിനെ അതിജീവിച്ച് ജയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കുണ്ടലിനിയെ ഉയർത്തി വരുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അസുഖങ്ങൾ ഇതെല്ലാം വരുന്നത് പറഞ്ഞാൽ കുണ്ടലിനി പവർഫുൾ ആയതുകൊണ്ടാണ്. കുണ്ടലിനി പവർഫുൾ ആകുമ്പോൾ നമ്മുടെ ഓരോ ചക്രാസിലും കയറി കുണ്ടലിനി മാക്സിമം എല്ലാ ഭാഗത്തുനിന്നും കൂടി നമ്മളെ പുറകോട്ട് നിരാശപ്പെടുത്തിയും തളർത്തിയും രോഗങ്ങൾ കൊണ്ടും ശരീരവേദന, വെപ്രാളം, പേടി, അങ്ങനെ സകലമായ മേഖലകളിലും ഇവൻ സഞ്ചരിച്ച് നമ്മളെ പുറകോട്ട് പിടിക്കാൻ നോക്കും. ആ മേഖലകളെല്ലാം നമ്മൾ അതിജീവിച്ച് ജയിച്ച് മുന്നോട്ട് വരണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അങ്ങനെ വന്ന് അവസാനം കുണ്ടലിനി ഏറ്റവും മുകളിലത്തെ സഹസ്രാരം എന്ന് പറയുന്ന ആ ചക്രാസ് ആ ഭാഗത്ത് വന്ന് അവിടെയും കുണ്ടലിനിയുടെ കളി തുടങ്ങും. അപ്പൊ ബാക്കി മേഖലകളിൽ നിന്നും ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവസാനം അവൻ സൃഷ്ടാവാൻ ദൈവമായിട്ടൊരു കണക്ഷൻ, പ്രകൃതിയുമായി അലിഞ്ഞു ചേരുന്ന ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു മേഖലയിലേക്ക് അവൻ എത്തി. കാര്യം ബാക്കി മേഖലയിലൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല. അവിടെയെല്ലാം അവൻ അതിജീവിച്ച് കുണ്ടലിനിയെ അവൻ തോൽപ്പിച്ചുകൊണ്ട് അവൻ ജയിച്ച് മുന്നേറുമ്പോൾ അവന്റെ ആത്മാവ് അത്രയും പവർഫുൾ ആകുമ്പോൾ പിന്നെയും പവർഫുൾ ആയിക്കൊണ്ടിരിക്കും. അവസാനം പ്രകൃതിയായി ഇഴുകിച്ചേരുന്ന സൃഷ്ടാവ ദൈവത്തെ മാത്രം ധ്യാനിച്ച് അല്ലെങ്കിൽ ആ ദൈവത്തെ മാത്രം അറിഞ്ഞെത്തുന്ന ലെവലിലേക്ക് അവൻ എത്തിവരുമ്പോൾ കുണ്ടലിനി അവിടെയും അവനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് സൃഷ്ടാവ ദൈവം എന്ന രീതിയിൽ അവനെ ഏതെങ്കിലും ദേവനിലെയോ ഏതെങ്കിലും അതിർശക്തിയിലോ കൊണ്ടങ്ങ് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ എത്തിയാൽ അവൻ അവിടെ ആ സഹസ്രാരം എന്ന് പറയുന്ന മേഖലയും അവൻ കുണ്ടലിനിയെ അവന്റെ മുമ്പിൽ കുണ്ടലിക്ക് മുമ്പിൽ അവൻ തോറ്റുപോയി. അവിടെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇതൊന്നുമല്ല ദൈവം, രൂപമോ ഒന്നുമില്ലാത്ത പ്രകൃതിയാകുന്ന ആ ഒരു അജ്ഞാതമായ മനസ്സ് ശക്തിയാണ് ദൈവം എന്ന ഉറച്ച് വിശ്വാസത്താൽ മാത്രമേ അവിടെയും അതുവഴിയും അവന് ആ ദൈവമായിട്ട് കണക്ഷൻ പറ്റുള്ളൂ. അപ്പൊ എന്നോട് ദൈവം പറയുന്ന പലരും ഈ കുണ്ടലിനിയെ ജയിച്ച് പല മേഖലയിലും ജയിച്ച് ധ്യാനിച്ചു, അത് ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ ചെയ്ത് ഈ സഹസ്രാരം എന്ന് പറയുന്ന അവിടെ ഓപ്പണായി വരുന്ന സമയത്ത് അവിടെ ജയിക്കാൻ കുണ്ടലിനിയാണ് അവിടെ ഭൂരിഭാഗം പേർക്കും ജയിക്കുന്നത്. ജയിച്ചു കഴിയുമ്പോൾ പ്രകൃതി സൃഷ്ടാവ ദൈവം എന്ന ധാരണയിൽ അവർ ഏതെങ്കിലും അദൃശ്യ ശക്തികളിലുമായിട്ട്, അതായത് ദൈവത്തിന്റെ സൃഷ്ടികളായ ഏതെങ്കിലും ദേവനിലോ ദേവിയിലോ ഒക്കെ ആയിരിക്കും അവസാനം കൊണ്ടുവന്ന് എത്തുന്നത്. ഇതാണ് പലർക്കും പോകുന്ന അബദ്ധം. ശരിക്കും സൃഷ്ടാവ ദൈവത്തിലോട്ട് എത്തുന്ന അനേകരുണ്ട്. അവർ ഒരു ദേവി ദേവനിലോട്ടോ ലാസ്റ്റ് കൊണ്ട് എത്തൂല, പക്ഷെ എത്തും. ഇപ്പൊ ഉണർത്തി ഒരു ലെവലെത്തിയിട്ട് അവർ മറ്റുള്ളവരെ പഠിപ്പിക്കും, കുണ്ടലിനിയുടെ കാര്യം പഠിപ്പിക്കും, സൃഷ്ടാവ ദൈവത്തെ പഠിപ്പിക്കും, അത് ഉയർത്തി കൊണ്ടുവരേണ്ട വഴികളൊക്കെ പഠിപ്പിക്കും, ഇതെല്ലാം പഠിപ്പിക്കും. പക്ഷെ പഠിച്ച് അവസാനം ഇത് സഹസ്രാരം ഓപ്പണായി വരുന്ന സമയമാകുമ്പോൾ അവർ നേരെ ഏതെങ്കിലും ഒരു ദേവനിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയിലോ ആയിരിക്കും ചെന്ന് ഇതാണ് സൃഷ്ടാവാൻ ദൈവം എന്ന രീതിയിലാവണത്. അപ്പോൾ അവിടെ വിഗ്രഹമോ എന്തിലെങ്കിലും വന്നങ്ങ് പെട്ടുപോകും. ഇവിടെയാണ് പലരെയും കുണ്ടലിനി ശക്തി തോപ്പിക്കുന്നത്. പക്ഷെ ഈ കുണ്ടലിനിയെ പൂർണ്ണമായി ജയിക്കുന്ന ആള് അവസാനം അങ്ങനെ ഒന്നിലെത്തില്ല, ഏതെങ്കിലും ഗുഹയിലോ കാട്ടിലോ എവിടെയും പോയി ഒറ്റയ്ക്ക് വെറുതെ ഇരുന്ന് ദൈവത്തോട് പ്രകൃതിയായിട്ട് ഇഴുകിച്ചേർന്ന് പോകും. ഇതാണ് വേണ്ടത്. അപ്പൊ എന്നോട് സംസാരിക്കുന്ന പലരും അവര് പറയുന്നതെന്ന് വെച്ചാൽ അവർ ധ്യാനിച്ചിരിക്കുമ്പോൾ ഭയങ്കരമായ അനുഭവങ്ങൾ വരുന്നു, അവർക്ക് ഊർജ്ജം താഴ്ന്ന ഒരു പ്രവാഹം മുകളിലോട്ട് പോകുന്നു, തലയിൽ അവിടെ വരുമ്പോൾ വൈബ്രേഷൻ, അവിടെ അതുവഴി ഊർജ്ജം പുറന്തള്ളുന്നതായിട്ട് അനുഭവം, ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഇത് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സക്സസ് എന്ന് വിചാരിക്കരുത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പൈപ്പിൽ കൂടെ വെള്ളം ഭയങ്കര ഫോഴ്സിൽ പോകുന്നു, അത് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ആ പൈപ്പിന്റെ അകത്തൂടെ ഫോഴ്സിൽ പോകുന്നത് വൈബ്രേഷൻ കാര്യം നമ്മൾ ഫീൽ ചെയ്യും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് എല്ലാം ഓക്കെ എന്ന് വിചാരിക്കരുത്. മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം ഈ കുണ്ടലിനിയെ അത് നമ്മളായിട്ട് ഇരുന്ന് ധ്യാനിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് അതിനെ പവർഫുൾ ആക്കി മുകളിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇത് ഈ കാലഘട്ടത്ത് ഒരുപാട് നെഗറ്റീവ് ശക്തികൾ, ആസുരിക ശക്തികൾ മനുഷ്യരുടെ മനസ്സിൽ കയറി ഇങ്ങനെ ഒരു വഴി ദൈവം മനുഷ്യനിൽ വെച്ചിരിക്കുന്ന ഈ ഒരു വഴിയെ പറഞ്ഞു കൊടുത്തിട്ട് ഇതിങ്ങനെ പെട്ടെന്ന് ഉണർത്തിക്കൊണ്ടുവന്ന് പെട്ടെന്ന് പവർഫുൾ ആക്കി പെട്ടെന്ന് ജയിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓക്കെ ആവും എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് തെറ്റിച്ചതാണ്.
ഇതങ്ങനെയല്ല. ഇത് സ്വാഭാവികമായി പതുക്കെ പതുക്കെ അവന്റെ ആത്മീയ വളർച്ച വരുന്നതനുസരിച്ചും അവൻ ധർമ്മം പാലിച്ച് വരുന്നതനുസരിച്ചും കുണ്ടലിനി അവനെ തിരിച്ച് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ ശ്രമിക്കും, അവിടെ ജയിക്കും. അടുത്ത തോപ്പിക്കാൻ ശ്രമിക്കും, അവിടെ ഇങ്ങനെ കർമ്മ മേഖല വരുമ്പോൾ ആ കർമ്മത്തിൽ അവനെ കൺഫ്യൂസ് ആക്കി അവിടെ കംപ്ലൈന്റ് ആക്കി ധനനഷ്ടം ഉണ്ടാക്കി, ഇങ്ങനെ പല രീതിയിലും അവനെ അവിടെ നിന്ന് നിരാശയെ കൊണ്ടുവരാൻ ശ്രമിക്കും. അവിടെ അവൻ അതിജീവിക്കും, കുടുംബ പ്രശ്നത്തിൽ പലതും കൊണ്ടുവരും. ഇതൊക്കെ ഈ പതുക്കെ പതുക്കെ വലിയ കടുപ്പമില്ലാത്ത ലെവലിൽ ക്രമേണ വരേണ്ട ഒരു കാര്യത്തിനെയാണ് ചില ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുന്ന് മെനക്കെടുത്തിച്ച് ആ ഊർജത്തെ അതിശക്തമായ രീതിയിൽ മുകളിലേക്ക് പമ്പ് ചെയ്ത് വിടുന്ന ലെവലിലേക്ക് ആക്കിക്കൊണ്ടുവരുന്നത് തെറ്റാണ്. ശരിക്കും ആ ഒരു ലെവലിലേക്ക് വളർന്നു വരുന്ന ഒരു വ്യക്തിയെ മാത്രമേ അങ്ങനെ അത് വളർന്നു വരുമ്പോൾ തന്നെ അത് പമ്പായി കയറിക്കൊള്ളും. നമ്മളായിട്ട് അതിനുവേണ്ടി മെനക്കെട്ട് ചെയ്യേണ്ട. ഇപ്പൊ ചില കൊച്ചു കുട്ടികൾക്ക് വരെ കുണ്ടലിനി പെട്ടെന്ന് ഉണർന്ന് അവർ വീടും ഒക്കെ ഉപേക്ഷിച്ച് ഭയങ്കര ദൈവികം ഭക്തിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. കാര്യം തന്നെ വരുന്നതാണ്. കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ആത്മാവ് അത്രയും പവർഫുള്ളായ ആത്മാവാണെങ്കിൽ ഈ ജന്മത്തിൽ അത് സ്വാഭാവികമായി പെട്ടെന്ന് സംഭവിച്ചുകൊള്ളും. ഇത് പച്ചമാങ്ങ തല്ലിപ്പഴിപ്പിച്ച് ചിലവര് പൊടിയിട്ട് പെട്ടെന്ന് പഴിപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ആൾക്കാർ യാതൊരു ആത്മീയ വളർച്ചയില്ലാതെ ഒരു ഇതുമില്ലാതെ ഈ ഒരു സംഗതി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അതിനെ പവർഫുൾ ആക്കി കൊണ്ടുവരുന്നത്. ഇവിടെയാണ് പ്രശ്നം പറ്റുന്നത്. നമുക്ക് പെട്ടെന്ന് പവർഫുള്ളായി അത് മുകളിലോട്ട് കയറുമ്പോൾ ഓരോ ഊർജ്ജ കേന്ദ്രത്തിലും അത്ര പവർഫുള്ളായിട്ട് നമ്മളെ ശല്യം ചെയ്യും. നമുക്ക് അത്രയും വളർച്ചയില്ലെങ്കിൽ നമുക്കതിനെ അതിജീവിക്കാനോ ജയിക്കാനോ പറ്റൂല. ഇപ്പം ദേശത്തിന്റെ മേഖലയിലേക്ക് ആ ഒരു ഭാഗത്തെ നിയന്ത്രിക്കുന്ന അവിടെ കുണ്ടലിനി ശക്തി പവർഫുള്ളായി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിവില്ലെങ്കിൽ, നമുക്ക് ജ്ഞാനം അറിവ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ മാക്സിമം പല രീതിയിലും തെറ്റിച്ച് നമ്മളെ ഒരു കൊലപാതക വരെ നമ്മൾ ആയിപ്പോയിന്നിരിക്കും. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ നിയന്ത്രിക്കാം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഡാം പെട്ടെന്ന് എല്ലാ ഷട്ടറും തുറന്ന് പെട്ടെന്ന് വിട്ട് വെള്ളപ്പൊക്കം വരൂലേ? അതേസമയം കുറച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് ഒഴുകി പോയി നമുക്കെതിരെ വെള്ളം കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാൻ സമയം കിട്ടും. അങ്ങനെ എന്തെല്ലാം നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ തന്നെ ഇരുന്ന് മെനക്കെട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ കോൺസെൻട്രേഷനിൽ നമ്മൾ ഭൗതിക മനസ്സെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇതിങ്ങനെ ഉണർന്ന് വരണം, അല്ലെ പവർഫുള്ളായി വരണം എന്ന് ചിന്തിച്ചങ്ങനെ ഇരുന്ന് അത് പവർഫുള്ളായി വരും. പവർഫുള്ളായി വരുമ്പോൾ അതിനുള്ള അനുഭവങ്ങൾ കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഒരു ജംഗ്ഷനിൽ വന്ന് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് നോക്കുമ്പോൾ കാറ് പോകുന്ന കാണുന്നു, വണ്ടി പോകുന്നത്, മറ്റേ ബസ് പോകുന്നത് കാണുന്നു, ആൾക്കാർ നടന്നു പോകുന്നത് കാണുന്നു, കാറ്റടിക്കുമ്പോൾ അത് അനുഭവിക്കുന്നു. ഇങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ജംഗ്ഷനിൽ ചുമ്മാ ഇരുന്നതിന് ഇതെല്ലാം നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. അതൊക്കെ പറ്റും. പക്ഷെ എന്ത് പ്രയോജനം? ഇതേപോലെ നമ്മളിങ്ങനെ ധ്യാനിച്ചിരുന്ന് ഇങ്ങനെയുള്ള ഭൗതിക മനസ്സെല്ലാം മാറ്റി നമ്മളിങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ ഇരുന്നാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുന്നും കൊണ്ട് കുണ്ടലിനിയെ പവർഫുള്ളാക്കി ഉയർത്തി നമ്മളെ ഓരോ ചക്രാസിലേക്ക് പമ്പ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അത് കുറച്ച് വന്നാൽ തന്നെ നമ്മളെ വടംവലി പോലെ നമ്മൾ തിരിച്ചു വലിച്ച് ഫൈറ്റ് ചെയ്യും. അപ്പൊ ഭയങ്കര പവറിൽ വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ പോരാട്ടം അല്ലെങ്കിൽ ഫൈറ്റ് ആയിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ശരിക്കും അങ്ങനെ ഒരു വ്യവസ്ഥ ദൈവം പറഞ്ഞിട്ടില്ല. നമ്മളായിട്ട് ഇരുന്ന് ഈ ഇരിക്കുന്ന ചെറിയ സാധനത്തിനെ പവർഫുൾ ആക്കി അത് ചെറുതായിട്ട് പമ്പ് ചെയ്ത് വരുന്നതിനെ ഹൈ പവറിൽ മുകളിൽ വരെ കയറ്റിക്കൊണ്ടുവരാൻ അങ്ങനെ ഒരു വ്യവസ്ഥ ദൈവം പ്രകൃതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെ സംഭവിക്കുന്നതൊക്കെ ചില ആശ്ചര്യ ശക്തികൾ മനുഷ്യന് കൊടുത്ത ചില ഐഡിയാസ് വെച്ചാണ് ഇത് ഇത്രയും ഇങ്ങനെ ആയിപ്പോയത്. എന്റെ മെസ്സേജ് കേൾക്കുന്ന പലരും ഇതിലാകെ പെട്ട് കിടപ്പുണ്ട്. ഇത് സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇത് മെയിനായിട്ട് 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ സഹസ്രാരം വരെ അവർ ഓപ്പണായി ഭയങ്കര എനർജി ഫ്ലോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ഭയങ്കര വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇത് പിന്നെ മക്കള് തലരിഞ്ഞു പോകുന്നു, ഭർത്താവ് ശരിയല്ല, ആകെ വിഷമം, ഇതൊന്നും ശരിയാകുന്നില്ല. പക്ഷെ ഞാൻ ധ്യാനിക്കുമ്പോൾ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല പവറായിട്ട് ഇത് പോകുന്നുണ്ട്, കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജംഗ്ഷനിൽ ഇരുന്നാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാം. കണ്ടങ്ങനെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം? അതുപോലെ ഇങ്ങനെ ധ്യാനിച്ചിരുന്ന് പല അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങളും വിഷയങ്ങളും മാറുന്നില്ല. ഇതിന്റെ കാരണം ഇതാണെന്ന് മനസ്സിലാക്കുക. അനുഭവങ്ങൾ അനുഭവിക്കും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഭൗതികമായി ചിന്തിച്ചും ഭൗതിക കാര്യത്തിലിട്ട് പോയി നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ഇരുന്ന് മെനക്കെട്ട് ഇതിനെ പമ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ അതിങ്ങനെ സംഭവിക്കും, നമ്മൾ അനുഭവിക്കും. സഹസ്രാര എന്ന് പറയുന്ന സാധനം ഓപ്പൺ ആയി കഴിഞ്ഞു എന്ന് പറയുന്ന പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയം, പ്രശ്നം, ആകെ നിരാശ, വീട്ടിലെ വഴക്ക്, ബഹളം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ശരിക്കും ആ ഒരു മേഖല ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഓപ്പൺ ആയാൽ ആ വ്യക്തി പിന്നെ വീട്ടിൽ പോലും ചിലപ്പോൾ നിൽക്കില്ല. അപ്പൊ വീട്ടിലാരെങ്കിലും മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു വിഷമവും ഒന്നും വരൂല. കാരണം ഭൗതികമായിട്ടുള്ള സകല അറ്റാച്ച്മെന്റും ആ മനസ്സ് വഴി കട്ടായി പോകും.
പിന്നെ ഉള്ളി ആത്മാവ് ദൈവം, വേറെ ഒരു ചിന്തയും വരില്ല. ഒരു യന്ത്രമനുഷ്യൻ നടക്കുന്നത് പോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു വികാരമില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ജോലിയുണ്ട്, ഉണ്ട്, എന്തുണ്ടോ ഉണ്ട്, ശമ്പളം കിട്ടിയില്ലേ, ഇല്ല, വേണ്ട, ഇങ്ങനെ ഒരു അതാണ് ഈ മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിലേക്ക് എത്തുക. പക്ഷെ വർഷങ്ങൾ കൊണ്ടേ ധ്യാനത്തിലിരുന്ന് സഹസ്രാരമൊക്കെ ഓപ്പണായി അനുഭവിക്കുന്ന പലരും എന്നെ വിളിച്ചിട്ട് വിഷമങ്ങളും പ്രശ്നങ്ങളും അതെന്ത് ചെയ്തിട്ട് ജോലിയൊന്നും ശരിയാകുന്നില്ല, ഭയങ്കര തടസ്സം, ഞാൻ എന്ത് ചെയ്തിട്ട് എങ്ങനെ ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വിഷമം പറയും. അപ്പൊ എനിക്ക് ചിരി വരും. കാരണം ഈ സഹസ്രാരത്തിന്റെ തൊട്ട് മുമ്പേ നമ്മള് മൂന്നാം കണ്ണ്, ആ പുരികത്തിന്റെ അവിടുത്തെ ചക്രാസ് ഓപ്പൺ ആവേണ്ടതാണ്. അത് ഓപ്പണായി അതും അതിജീവിച്ച് കഴിഞ്ഞിട്ടാണ് സഹസ്രാരം ഓപ്പൺ ആവേണ്ടത്. അപ്പൊ ആ മേഖല, ആ ജ്ഞാനത്തിന്റെ ആ ചക്ര ഓപ്പൺ ആവുമ്പോൾ തന്നെ അവന്റെ ഭാവിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് ഇനി എവിടെ ശരിയാക്കാനുണ്ട്, ഇങ്ങനെയുള്ള സകലമായ മേഖലകളും അവനെ ഉൾക്കാഴ്ച ഓപ്പണായി ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അവന്റെ ഭൗതിക മേഖലകളും കാര്യങ്ങളെല്ലാം ജയിച്ച് ഒരിടത്തും പരാജയമില്ലാത്ത രീതിയിൽ എല്ലാം ഭംഗിയായി കഴിയും. കാര്യം അതിനുള്ള ഞാനിപ്പോ എന്റെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ദർശനങ്ങൾ തരും, കാഴ്ചകളിലൂടെ സ്വപ്ന വ്യാഖ്യാനം ചെയ്യണം എന്നൊക്കെ പറയുന്നതെല്ലാം ഈ പുരികത്തിന് നടുവിലുള്ള ആ ചക്രാസ് ആക്റ്റീവായി പവർഫുൾ ആവാനാണ് പറഞ്ഞിരുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കി തെറ്റിപ്പോകാതെ ആ ഭയങ്കരമായ ഒരു ജ്ഞാന വളർച്ചയിലേക്ക് നമ്മൾ എത്തും. കാരണം അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ പെട്ടെന്ന് കാര്യം പഠിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള മേഖല പഠിച്ച് അതൊക്കെ പാസ്സായി എല്ലാം ഓക്കേന് ശേഷമാണ് ഏറ്റവും ഹൈ ചക്രാസ് ഉണർന്ന് ഏറ്റവും മുകളിലത്തെ ചക്രാസ് ഓപ്പൺ ആയി വരേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ ഇരുന്ന് പമ്പ് ചെയ്ത് ഇതിനെ അങ്ങ് അടിച്ചു കയറ്റി അനുഭവം വെച്ചിട്ട് മൊത്തം പ്രശ്നം. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ആദ്യം പ്രശ്നങ്ങളെല്ലാം മാറണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും താഴത്തെ മൂലാധാരത്തെ ആ ഒരു ഭാഗത്തെ ആദ്യം ജയിക്കാൻ പഠിക്കുക. ഇത് അവിടമേ കുളവായി കിടക്കണം. അതുകൊണ്ടാണ് ഭയങ്കര വീട്ടിൽ വഴക്ക്, ബഹളം, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അറ്റാച്ച്മെന്റ്. ഇപ്പൊ ഭർത്താവ് വേണ്ട എന്ന് ചവിട്ടി കളഞ്ഞിട്ട് പോലും ഭർത്താവിനെ പിരിയാൻ പറ്റുന്നില്ല. ഭർത്താവ് ദുഷ്ടനാണ്, ഭർത്താവിനെതിരെ ഞാൻ പറഞ്ഞു നിങ്ങൾ അത്ര ദുഷ്ടനാണെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ ഒരു കേസ് കൊടുക്കാൻ പോലും മനസ്സിൽ അത്ര അറ്റാച്ച്മെന്റ് ആണ്. അതായത് അറ്റാച്ച്മെന്റിന്റെ ചക്രാസ്, ഹൃദയഭാഗത്തെ ചക്രാസ് മൊത്തം കുളമായി കിടക്കുകയാണ്. അപ്പൊ ആദ്യം ഭയങ്കര അവിടെ ലിമിറ്റ് വിട്ട് പോയി സ്നേഹം. അപ്പൊ നിങ്ങൾ ആദ്യം ഈ താഴത്തെ ഓരോ മേഖലകൾ നിങ്ങൾ ചക്രാസിനെ കുറിച്ചുള്ള ചിന്ത ആദ്യം കളഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് ഓരോ കർമ്മ മേഖല മുതൽ തുടങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭക്തി മേഖലയിലും ഈ ജ്ഞാനമേഖല വഴിയും ഗുരുനാഥൻ അതിനെ ഉണർത്തി വിട്ടു തരുന്ന ഇതൊന്നും ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട. ധർമ്മം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പതുക്കെ ഇതെല്ലാം ആക്റ്റീവ് ആകും. ആ ഓരോ ഭാഗത്തും ആ കുണ്ടലിനി നമുക്ക് വടംവലി പോലെ നമ്മളെ പുറകോട്ട് തെറ്റിക്കാൻ ശ്രമിക്കും. അവിടെയൊക്കെ നമ്മൾ ജയിക്കുക. അങ്ങനെ പതുക്കെ ഓരോ വികാരങ്ങൾ ഓരോന്ന് ജയിച്ച് മുന്നോട്ട് വരണം. ഇനിയെങ്കിലും മെനക്കെട്ടിരുന്ന് ഹൈ പവറിൽ ഈ കുണ്ടലിനിയെ ഏറ്റവും മുകളിലേക്ക് പമ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കും തോറും നിങ്ങൾക്ക് പൂർണ്ണ പരാജയവും പൂർണ്ണ പ്രശ്നങ്ങളുമായിരിക്കും. നിങ്ങൾ വളർച്ചയില്ലാത്ത നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പവറിനെ ഒറ്റയടിക്ക് ജയിച്ച് അതിജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് ക്രമേണ സ്വാഭാവികമായിട്ട് പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ അത് കയറി വരട്ടെ. ചെറിയ രീതിയിൽ അതിനെ ആദ്യം ജയിച്ച് മുന്നോട്ട് വരിക. നമുക്ക് റെഡിയാക്കാം. ഇപ്പൊ എല്ലാ മേഖലയും ഓപ്പണായി എല്ലാ മേഖലയും ജയിച്ച് ഒക്കെ വരുമ്പോൾ താനെ നമ്മുടെ സഹസ്രാരം ഓപ്പണായി പൂർണ്ണ ദൈവം മാത്രം മതി എന്ന മേഖലയിലേക്ക് നമ്മൾ തന്നെ എത്തിക്കോളും. അതാണ് സ്വാഭാവികമായി ഒരു മാങ്ങ തന്നെ നിന്ന് പഴുത്ത് വരിക എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ഞാൻ അന്ന് ജസ്റ്റായിട്ട് പറഞ്ഞങ്ങ് പോയെന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ പലരും അയ്യോ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നല്ലേ, ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കിട്ടുന്നതല്ലേ, അപ്പൊ അതിൽ എന്തോ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഇരുന്ന് മെനക്കെടുന്നു. എത്രത്തോളം നിങ്ങൾ അതിനെ പമ്പ് ചെയ്ത് ഏറ്റവും മുകളിലോട്ട് കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമോ അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. കയറുമ്പോഴെല്ലാം ഓരോ ചക്രാസിനും നിങ്ങൾക്കുള്ള ഫൈറ്റ്, നിങ്ങൾക്കുള്ള യുദ്ധം കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചിട്ട് ധർമ്മം പാലിച്ച് അതിനെ ക്രമേണ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിൽ പല കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. സംശയങ്ങൾ ഉള്ളത് ചോദിക്കണം. കാര്യം ഓരോ ചക്രാസിന്റെ മേഖലകൾ ഏത് അത് ഏത് മേഖല എന്നൊന്ന് അതൊക്കെ അടിസ്ഥാന കാര്യങ്ങളാണ്. നിങ്ങൾ അതൊക്കെ നെറ്റ് വഴി മനസ്സിലാക്കി വെക്കുക. പക്ഷെ ആധികാരികമായിട്ട് ഇതിന്റെ അകത്തുനിന്ന് സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ വീണ്ടും ഡീറ്റെയിൽ പറഞ്ഞുതരാം. കാര്യം അത്രത്തോളം അറിവ് ഈ മേഖലയിൽ ചില അറിവില്ലാത്ത ഗുരുക്കന്മാർ വഴി തന്നെ ജനങ്ങളിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. ഇത്രയും തലയിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് തലയിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കളയാൻ പാടായത് കൊണ്ടാണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥകൾ ഞാൻ പറഞ്ഞു തരുന്നത്. ശരിക്കും ഈ കാലഘട്ടത്ത് ഒട്ടും ആത്മവളർച്ച ഇല്ലാത്ത വ്യക്തികൾക്ക്, ആത്മവളർച്ച ഉണ്ടെങ്കിൽ പോലും മെനക്കെട്ട് ഇരുന്ന് കുണ്ടലിനിയെ പവർഫുൾ ആക്കി എത്രയും പെട്ടെന്ന് ചക്രാസിനെയൊക്കെ
ഉയർത്തി ജയിച്ച് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്ത് ഇത്രയും തിന്മ കയറി നിൽക്കുന്ന സമയത്ത് ഭയങ്കര പാടാണ്. അത് മണ്ടത്തരമാണ്. അത് അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല. അങ്ങനെയൊക്കെ ആയി പോയതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ബേസിക് ആയിട്ട്, അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ നിന്നും കൃഷ്ണനെന്നും ഈ കുണ്ടലിനിയെ ഉയർത്തി മുകളോട്ട് കയറുന്നതിനെ കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തതിന്റെ കാരണം, പഠിപ്പിക്കാത്തതിന്റെ കാരണം ശരിക്കും മനുഷ്യന് അതിന്റെ ആവശ്യം ഇല്ല. സ്വാഭാവികമായി പ്രകൃതിയിലൂടെ ഇതെല്ലാം നടന്നുകൊള്ളും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ